അല്ലേ? നീ മാറി നിൽക്കടാ പന്നെ മോനെ. നീ ഉണ്ടാക്കാൻ നിൽക്കുന്നോടാ. നീ പഠിച്ചു കയറി തന്നെ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ പുതിയ വീഡിയോസ് വരത്തില്ല. എന്തുവായാലും എന്തൊക്കെയാ അവരുടെ നാക്ക് കുഴയുന്നു. അപ്പോൾ ഇന്റർവ്യൂവിനകത്ത് അവരാണെങ്കിൽ ഭയങ്കര പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമസ്കാരം, ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ദിയ സന ചേച്ചിയുടെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ ചാനലുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടു. ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ചീത്ത വിളിച്ചിട്ട് കുറേ ആളുകൾ കുറേ ഇട്ടിരിക്കുന്നു. അതിനകത്ത് ഇന്റർവ്യൂവിനകത്ത് അവരാണെങ്കിൽ ഭയങ്കര പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ ഈ കമൻസുകളൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും ഞാൻ ചിന്തിച്ച ഒരു വസ്തുത, ബിഗ് ബോസിനെ കുറിച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സീസണെ കുറിച്ചും ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഒരു സീസണുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് സീസണുമായൊക്കെ ബന്ധപ്പെട്ടും അഖിൽ മാരാർ നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ തർക്കമായിരുന്നു നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ നമ്മുടെ ആങ്കറും ദിയ സനയും തമ്മിൽ. അപ്പോൾ ഞാൻ ഇന്റർവ്യൂ ഫുള്ള് കണ്ടു, വീണ്ടും റിവൈൻഡ് അടിച്ച് കണ്ടു. എവിടെയാണ് നമ്മുടെ ദിയ സന പ്രൊവോക്ഡ് ആയത്, എവിടെയാണ് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഇമോഷൻസ് ഒക്കെ പുറത്തു വന്നു. ആ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒക്കെ മാറ്റിയിട്ട് എന്താണോ ദിയ സന എന്ന ക്യാരക്ടർ നമ്മൾ കണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ചൂടാവുകയും അത്യാവശ്യം പബ്ലിക്ലി നല്ല രീതിയിൽ ചൂടാവുകയും വെട്ടി തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ദിയ സനയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടത്. നമ്മൾ ഈ മാടമ്പള്ളിയിലെ മനോരോഗി എന്നൊക്കെ പറയുന്ന പോലെ, ഒരിക്കലും അവർ മനോരോഗിയാണെന്നല്ലോട്ടെ ഞാൻ പറഞ്ഞ, ഞാനൊരു ഉപമ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ കേസ് എനിക്ക് തോന്നിയത്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, നടനോ നടിയോ ഒരു ആരോ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ദിയ സന. സോ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പേഴ്സണൽ ജീവിതം എന്ത്, അവരുടെ ക്യാരക്ടർ എന്ത്, ഇതൊന്നും നമ്മളുടെ വിഷയമല്ല, എൻ്റെ വിഷയമല്ല, എൻ്റെ വീട്ടിലെ വിഷയമല്ല. ഞാനിവിടെ സബ്ജക്റ്റ് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം വ്യക്തികളെ ഇന്റർവ്യൂയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ദിയ സന പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിച്ച് നീ എന്നെ ലൂപ്പിലിട്ടിട്ട് ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആ ഇന്റർവ്യൂ 2 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ആങ്കറിനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം ശരിയാണ് ദിയ സന പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ശരിയായ കാര്യം എൻ്റെ തോന്നലാണ്, അല്ല എൻ്റെ ശരിയാണ് ഞാൻ പറയുന്നത്. ദിയ സന വളരെ കൃത്യമായി പറയുന്നു. ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ വീണ്ടും ചോദിച്ച് പുറത്ത് നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ചീത്ത വാങ്ങി തരാൻ വേണ്ടിയിട്ടല്ലേ നീ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എനിക്കത് തോന്നി. കാരണം ദിയ സനയെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ഈ ഒരു ആങ്കർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം ദിയ സന മനസ്സിലാക്കേണ്ടത്, ഇത്ര ഇന്റർവ്യൂവിന് പോയി തലവെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ അളക്കുക എന്നുള്ള ഒരു എയിം കൂടി അവർക്കുണ്ട്. അവർക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊവോക്കഡ് ആയിട്ട് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഓർത്തായിരിക്കും തീർച്ചയായിട്ടും ഏതൊരു ആങ്കറും നിങ്ങളെ ഒരു ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നത്. സോ അവരുടെ പ്രൊവോക്കിംഗ് കണ്ടിട്ട് അതനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കാണിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡാണോ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ചിലപ്പോൾ എന്നെ ഒരു ഇന്റർവ്യൂവിനെ കൊണ്ടിരുത്തിയിട്ട് ചിലപ്പം എന്നെ പേഴ്സണലി ഹർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ചിലപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട എന്താണ്, നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട് പോയിരിക്കുന്ന ഇന്റർവ്യൂ ആണ്, അത് പൊതുസമൂഹം കാണുന്നൊരു ഇന്റർവ്യൂ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസ് അവിടെ കാണിക്കാനുള്ളതല്ല. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്ത് പോരാം, അല്ലേ? നീ മാറി നിൽക്കടാ പന്നെ മോനെ. നീ ഉണ്ടാക്കാൻ നിൽക്കുന്നോടാ. നീ പഠിച്ചു കയറി തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ നമ്മളിലേക്ക് വ്യക്തി ജീവിതത്തിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ, ഞാൻ അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ട്, പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നമ്മളാരും പെർഫെക്റ്റ് ആണെന്ന്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ പെർഫെക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു യഥാർത്ഥ ക്യാരക്ടർ നമുക്കൊരു ചാനലിൽ പോയിട്ട് നമുക്കങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലരറിയാതെ പ്രൊവോക്കഡായി പോയെങ്കിൽ അത് അവർ ചാനൽ പുറത്തു വിടാതിരിക്കുകയും ഇല്ല. കാരണം അവർക്ക് അതും ഒരു കണ്ടന്റാണ്. സോ ദിയ സന ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഇത്തരം ഒരു ഇന്റർവ്യൂവിൽ പോയാൽ അവർക്ക് പ്രൊവോക്കഡ് ആവുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ ഇന്റർവ്യൂവിൽ നിന്ന് കിറ്റ് ചെയ്യാമായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലെന്ന് പറയാം. നമുക്ക് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വ്യക്തിയെ ചീത്ത വിളിച്ച് അധിക്ഷേപിച്ചിട്ട് നമ്മൾക്ക് ഉത്തരം ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്നത് ആ ഒരു വ്യക്തിയല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ട് നമുക്ക് അവരെ ചീത്ത വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമാണ് ദിയയുടെ ഭാഗത്ത് എനിക്കൊരു മിസ്റ്റേക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം കേട്ടോ. മനുഷ്യന്റെ ഉള്ളത് സർവ്വസഹജമായിട്ടുള്ള സാധനമാണ് ഈ കോണ്ടന്റ്. ഇത് ഞാൻ കുടിക്കത്തില്ല. അതായത് ഞാൻ കണ്ടാൽ, അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന ഇത് നമ്മൾ കണ്ടാൽ, നമ്മൾ ചെയ്തത് കാണിച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു മനുഷ്യർ ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പച്ചമലയാളത്തിൽ ജിൻഡോ വളി വിട്ടു അതിനകത്ത്. അതെന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത് ആൾക്കാർ. ഷഡ്ഡി കൊണ്ടുവന്ന് ജിൻഡോ
പക്ഷെ അതൊരു വൃത്തികേടല്ലേ? ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസാരിക്കണം. എന്റെ സ്വഭാവം ഇത് ബിഗ് ബോസ് അല്ല. ബിഗ് ബോസ് അല്ല. എന്റെ സ്വഭാവം മാറ്റും. പക്ഷെ എവിടെയാണെങ്കിലും എന്റെ ആറ്റിറ്റ്യൂഡിനെ നീ ഡബിളാക്കാൻ വേണ്ടി നോക്കുന്നില്ല. ഉപയോഗിച്ച് വാക്ക് ശരിയാണ്. ഉപയോഗിച്ച് വാക്ക് ശരിയാണ് തോന്നുന്നു. നീ ഇന്ന് ചോദിച്ച് ഇങ്ങനെ തന്നെ ഓരോരുത്തർ ചോറ് വാങ്ങിക്കുന്നത്. ഉപയോഗിച്ച് തോന്നുന്നുണ്ടോ? ചോറ് ഞാൻ സംസാരിക്കുന്ന ഭാഷ മാന്യമില്ലാത്ത ഭാഷയിൽ സംസാരിക്കരുത്. മാന്യമില്ലാത്ത ഭാഷയിൽ മര്യാദ ഉപേക്ഷിക്കുന്ന സമയത്ത് പിന്നെന്താ ഉപയോഗിച്ച് വാക്ക് ശരിയാണോ? ഉപയോഗിച്ച് വാക്ക് ശരിയാണോ? എന്തോ വർത്താനം ഞാൻ ചോദിച്ചില്ല എവിടെയെങ്കിലും. ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലും മോശമായ വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? നീ മോശമായ വാക്കല്ല പറഞ്ഞത്. പക്ഷെ നീ ഞാൻ സംസാരിക്കുന്നത് വളച്ചൊടിക്കാൻ വേണ്ടിയില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറിയിട്ടുണ്ട്. ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. വാക്കുകൾ മര്യാദയ്ക്ക് സംസാരിക്കണം. മറ്റു പരിപാടി ആയിരിക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം കണ്ടപ്പോൾ ഈ മാക്സിമം ആങ്കർ ദിയ സനയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. വളരെ സൈലന്റ് ആയിട്ടിരുന്നാണ് ഈ ആങ്കർ ദിയ സനയെ പ്രൊവോക്ക് ചെയ്യുന്നത്. അതൊരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മാക്സിമം അയാൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുക. ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്ത് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ദിയാസനെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആങ്കർ തന്നെയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പക്ഷെ ദിയാസനെ പറയുന്നുണ്ട്, ഞാൻ ജാസ്മിന്റെ PR ആണെന്ന് ആര് പറഞ്ഞാലും എനിക്കതിൽ ഒരു അപമാനം തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ജാസ്മിൻ എന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ PR വർക്ക് ഇയാൾ ചെയ്യുന്നുവെന്ന് ആര് പറയുന്നത് എനിക്ക് അപമാനമൊന്നുമില്ല, അഭിമാനമാണ്, എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നൊരാൾ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് താല്പര്യമായിട്ടായിരിക്കണമല്ലോ. ഇപ്പം എനിക്ക് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടമാണ്. എനിക്ക് ജാസ്മിൻ എന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ ഇഷ്ടമാണ്. വേറൊരു വ്യക്തിക്ക് അവരെ ഇഷ്ടമല്ല. അപ്പോൾ വേറൊരു 10 പേർക്ക് അവരെ ഇഷ്ടമാണ്, വേറൊരു 50 പേർക്ക് അവരെ ഇഷ്ടമല്ല. 10 പേരെ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് 10 പേരെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഏതെങ്കിലുമൊക്കെ ചില ക്വാളിറ്റികൾ കൊണ്ടായിരിക്കാം ആ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നത്. ജാസ്മിൻ അങ്ങനെ മൂക്ക് ചീറ്റിയിരിക്കുന്ന ഒരു ആക്ട് തെറ്റാണെന്ന് ദിയ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആങ്കർ ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് എന്താ? ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചെയ്തോളൂ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടാണോ? ബിഗ് ബോസ് ആണോ പറഞ്ഞത് മൂക്ക് പിഴിഞ്ഞത്? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ദിയ പറയുന്നത് കറക്റ്റാണ്. അത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ആങ്കർ ചോദിച്ചത് തന്നെയാണ്. ഇപ്പം ആങ്കർ മിടുക്കനാണ്. ആങ്കർ നന്നായി സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്, ഒരു അത്യാവശ്യം നോളജുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരുപാട് ക്ഷമയോടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. എങ്കിൽ പോലും നമ്മൾ ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നി ദിയോടുള്ള ചില ഒരു അപ്രോച്ചും ദിയോടുള്ള ചില ക്വസ്റ്റ്യൻസും. അത് കുറച്ചൊന്നും ഒഴിവാക്കാമായിരുന്നു. നിങ്ങൾക്ക് കണ്ടന്റ് സൃഷ്ടിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരുടെ വീക്ക്നെസ്സിനെ വെച്ചിട്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അത് വെറും തെമ്മാടിത്തരമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുമെന്നും അവരുടെ ക്യാരക്ടർ ഏകദേശം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. അറിവ് വെച്ച് തന്നെ അവരെ അത് വളരെ മോശമാണത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ദിയ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ആങ്കറിനെ മാത്രം ആങ്കർ അങ്ങനെ സൂപ്പർ ഹീറോ അങ്ങനെ ഇങ്ങനെ ആങ്കർ അണ്ണാക്കി കൊടുത്തു, ഇത്തരം ഒരു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുമുണ്ട്. പക്ഷെ അതിലേറെ കുഴപ്പിക്കുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റുകൾ ഇട്ട് കുഴപ്പിക്കുന്നത് ആങ്കർ തന്നെയാണ്. എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. പക്ഷേ അവസാനമായിട്ടുള്ള ആ ആങ്കറിനോടുള്ള ഒരു കുറേ ചീത്തവിളി, അവിടെ ഇരിക്കുന്ന ആരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് ദിയ, അത് തെറ്റ് തന്നെയാണ്. അപ്പം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ അഖിൽമാരാർ പറയുന്ന ഒരു സ്ത്രീകൾ എല്ലാവരും ബിഗ് ബോസിൽ കടന്നു കൊടുത്തിട്ടാണോ? പക്ഷെ ഒരിക്കലും അഖിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ചിന് ഉള്ളവരുണ്ട്. ചിലർ പറയാൻ തയ്യാറാണ്, ചിലർ അയാളുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പേര് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ബിഗ് ബോസിൽ വരുന്ന എല്ലാ സ്ത്രീകളും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടാണ് ഇതിൽ വരുന്നത്. അവിടെ നടക്കുന്നത് മുഴുവനും പെണ്ണുകൊടുത്തോ കാസ്റ്റിംഗ് കൗച്ചുമാണെന്നല്ല അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത്. അത് ദിയയുടെ തെറ്റായിട്ടുള്ള ഒരു സ്ത്രീപക്ഷവാദമായിട്ട് എനിക്ക് തോന്നി. അത്തരത്തിലൊന്നും കാണണ്ട. അഖിൽമാരാർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദിയ കൃത്യമായിട്ട് പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് ഈ ഇൻ്റർവ്യൂവിലും മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിലും എനിക്ക് ദിയയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ആങ്കർ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ദിയ കൊടുക്കുന്ന മറുപടി ഏകദേശം ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും ആങ്കർ ബുദ്ധിമാനായതുകൊണ്ട് അയാൾ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും മറിച്ചും തിരിച്ചും ഈ ദിയേനെ തന്നെ പെടുത്തിയതാണ്. ആക്ച്വലി അവസാനം എന്ത് പറയണമെന്ന് അറിയത്തില്ല. താൻ പറയുന്ന കാര്യങ്ങൾ ആങ്കർ ക്ലാരിഫൈ ചെയ്തിട്ടും ക്ലാരിഫൈ ചെയ്യാത്ത പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ എന്തോ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് പെട്ടെന്ന് ദിയയ്ക്ക് തോന്നലല്ല, അത് ഏകദേശം കറക്റ്റായിരുന്നു. ദിയ പൊട്ടിത്തെറിക്കുന്നു, മായും പൂവൊക്കെ കൂട്ടി അത്യാവശ്യം നല്ല പൊളിച്ചതേറി വിളിക്കുന്നു. അത് ഒരു ചെറിയ തോതിലെങ്കിലും ആങ്കർ അത് അർഹിച്ചിരുന്നു. ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കലാപരിപാടിയാണോ എന്നും അറിയില്ല കേട്ടോ. ക്യാമറാമാനും ആങ്കറും ദിയൊക്കെ തമ്മിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അറേഞ്ച്ഡ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഒരു 30% 2 ചീത്തവിളി കേൾക്കാൻ ആങ്കർ എന്തുകൊണ്ട് അർഹനാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കുഴപ്പത്തിലാക്കുക, അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയോടെ എനിക്ക് താല്പര്യമില്ല. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇതിൻ്റെ പേരിൽ ആര് വന്ന് ചീത്ത വിളിച്ചാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാം. അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, സംസാരിച്ചു. നമുക്ക് പുതിയ വിഷയമായിട്ട് ഞാൻ നാളെ വരും. ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കുറച്ച് മുതൽ പറഞ്ഞു, ഈ ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടപ്പോൾ 2 ദിവസമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ മാത്രമാണ് ഞാൻ
ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ പുതിയ വീഡിയോസ് വരത്തില്ല. എന്തുവായാലും എന്തൊക്കെയാ അവരുടെ നാക്ക് കുഴയുന്നു. അപ്പോൾ ഗൈസ് ഓക്കെ, നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും